കഴിഞ്ഞ 24-ാം തീയതിയിലാണ് മരണം സംഭവിച്ചത്. സുമാർ ഒരു 7 മണിക്കാണുള്ളത്. ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിലാണ് ആദ്യം ആദർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മരണം സ്ഥിരീകരിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ആ മരണം കഴിഞ്ഞതിന് ശേഷം 17-കാരിയായ മകളുടെ മരണത്തിന്റെ പേരിൽ നാട്ടിൽ പല രീതിയിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതിയുമായി ഒരു പിതാവ് രംഗത്ത് വന്നു. ഏതായാലും ആ വാർത്ത കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. 1.5 മാസം മുമ്പായിരുന്നു മലപ്പുറം തിരൂർ ആദവനാട് മേഖലയിലെ പ്രദേശവാസിയായിട്ടുള്ള കബീറിന്റെ മകൾ, 17 വയസ്സുള്ള മകൾ പ്രതീക്ഷിതമായിട്ട് മരിക്കുന്നത്. വീട്ടിൽ കഴിഞ്ഞ 24-ാം തീയതിയിലാണ് മരണം സംഭവിച്ചത്. സുമാർ ഒരു 7 മണിക്കാണുള്ളത്. ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിലാണ് ആദ്യം ആദർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മരണം സ്ഥിരീകരിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ ആ മരണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിയുടെ മയ്യത്ത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും എൻ്റെ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസ് എന്നോട് പറഞ്ഞ അങ്ങനെ യാതൊരു പീഡനങ്ങളും കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല. അതായത് കുട്ടി മരിച്ചു കിടക്കുന്ന പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇത്തരം പ്രചാരണം നടത്തിയിരുന്നു. ആ സമയത്ത് ഖബറടക്കം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ആ വിവരങ്ങൾ ഇവിടെ പുറത്തുനിന്ന് നമ്മളോട് ഓരോരുത്തർ ബന്ധങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബന്ധപ്പെട്ട ആളുകളും സ്നേഹിതന്മാരും, കാരണം അവർ മാനസികമായിട്ട് അവരൊരു പ്രയാസം കൊണ്ടാണ് അവർ എന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ അത് അത്രയും വലിയ പ്രചരണങ്ങൾ മരിച്ച പാടന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വേജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെയും പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് കുട്ടി മരിച്ചൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രചരണം കൂടി ആയി നോക്കുമ്പോൾ വളരെ അങ്ങേയറ്റം ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് കുറേ വൈകിയതിൻ്റെ ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയത്. ആ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ റിപ്പോർട്ട് ജനങ്ങളിൽ ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു ആ മാനസിക പ്രയാസം ജനങ്ങൾ അറിയണത് സത്യം എന്താണെന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ നീതസ്ഥിതി, അതിന്റെ സത്യാവസ്ഥയാണ് ആ പിതാവ് നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവവും നടന്നിട്ടില്ല. പിന്നെ ഏതോ രീതിയിൽ ആ കുട്ടി സ്വയം ജീവനൊടുക്കി എന്നുള്ള രീതി മറ്റൊരു വശമാണ്. പക്ഷെ ഒരാളെ ഇല്ലാതെ ഒരു അപവാദം പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ടവരിന്റെ ദുഃഖത്തിനേക്കാളും വലിയൊരു ദുഃഖമാണ് ആ പിതാവും ചിലപ്പോൾ ആ കുട്ടിയുടെ മാതാവും അനുഭവിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരൊക്കെ അധികാരികൾ ശക്തമായ നിയമ നടപടിയെടുക്കണം. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം എന്തും ഏതും ആർക്കും എങ്ങനെയും വിളിച്ചു പറയാം എന്നുള്ള രീതിയിലാണ്. അതിന് യാതൊരുവിധ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഒരു ഫോണും അതുപോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള അക്കൗണ്ടും ഉണ്ടെങ്കിൽ ആരെയും തേജാവധം ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത്തരം പേരെ നിയമം ശിക്ഷിക്കാതെ കൊണ്ട് തന്നെ ഇതൊരു വളം വെച്ച രീതിയിലേക്കാണ് മാറുന്നത്. ഇവിടെ ആ പിതാവിന് നേരിടേണ്ടി വരുന്ന ഒരു വിഷമം ആണ് ആ പിതാവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന കുറ്റക്കാർക്കെതിരെ, ആ പിതാവ് കാണിച്ച കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം.